ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോമിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് എന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2019 അഡ്മിഷൻ ഓൺവേർഡ്സിലുള്ള സിലബസിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ നിലവിലുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ അതിൻ്റെ മുമ്പുള്ള സിലബസും ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുമ്പുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും 2019 അഡ്മിഷൻ മുതലുള്ള സിലബസ് പ്രകാരമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഡിഫൈൻ ഹയർ പർച്ചേസ്. എന്താണ് ഹയർ പർച്ചേസ്, ലീസിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹയർ പർച്ചേസ്. ദെൻ വാട്ട് ഈസ് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രഷറി ബില്ല്. പിന്നെ വാട്ട് ഈസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ഇസോപ്പ്, അല്ലെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് തന്നെ ഇസോപ്പ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇസോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. ദെൻ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് വാട്ട് ഈസ് സ്റ്റോക്ക് ഇൻഡെക്സ്. ദെൻ ഹൂ ഈസ് എൻ അണ്ടർ റൈറ്റർ, ഇനി ചിലപ്പോൾ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെബിയിൽ നിന്ന് പ്രോബ്ലം, അതേപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ് വാട്ട് ഈസ് റെപ്പോ, റിവേഴ്സ് റെപ്പോസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ ഡിഫറെൻറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ മോർഗേജ് മാർക്കറ്റ്, വാട്ട് ഈസ് പ്രിഫറൻസ് ഷെയർ. ഡിഫൈൻ കോൾ മണി മാർക്കറ്റ്, വളരെ ഷോർട്ട് പീരീഡിലുള്ള മാർക്കറ്റാണ് കോൾ മണി. ദെൻ വാട്ട് ഈസ് പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 15 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റ് പഠിച്ചവർക്കും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. ദെൻ ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 6 മാർക്ക് എന്നുള്ളതിന് പകരം ഇപ്പോൾ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സെബി. ഞാൻ വീണ്ടും പറയുന്നു, സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെബി. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു പോകുക. റൈറ്റ് നോട്ട് ഓൺ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ദെൻ എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് RBI. RBIൻ്റെ മോണിറ്ററി പോളിസിയിൽ പെട്ടിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഡിസ്കസ് ദ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഡിഫക്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ മണി മാർക്കറ്റിൻ്റെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറിങ് ആൻഡ് ഫോർഫീറ്റിംഗ്. എന്താണ് ഫാക്ടറിങ്ങും ഫോർഫീറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇതാണ് അപ്പോൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി എസ്എ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ്. ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഞാൻ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 20 കൊല്ലം മുമ്പുള്ളതൊക്കെ റീസെൻറ്റ് ട്രെൻഡ്സ് ആയിട്ടാണ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് എഴുതുക. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പോയിൻ്റ് മാത്രം പഠിക്കുക, ബാക്കിയുള്ള സ്വന്തം വേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കസ് ദ വേരിയസ് സ്റ്റേജസ് ഇൻ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഓൺലൈൻ ട്രേഡിങ്. അപ്പോൾ അത് ഷെയറും അല്ലെങ്കിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ ട്രേഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്. ദെൻ ബ്രീഫ്ലി ഡിസ്കസ് ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യണമെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം ഈ ലെവലിനാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് കോർ ഏരിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയ പഠിച്ചിട്ട് പോകുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, താങ്ക്